പരിശുദ്ധമായ പരിപാവനമായ പവിത്രതകളേറെ നിറഞ്ഞ റമളാൻ, ആ റമളാനിൻ്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ൻ്റെ ആദ്യത്തെ ദിനത്തിലാണ്, ആദ്യത്തെ പകലിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു തആല നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇനി നമ്മളുള്ളത് മഗ്ഫിറത്തിൻ്റെ 10ലാണ്, പാപമോചനത്തിൻ്റെ 10ലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ മഗ്ഫിറത്തിൻ്റെ 10ൽ ശ്രദ്ധിക്കേണ്ടത് വിശദമായി ഡീറ്റെയിലായി നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ 4 ദുആകൾ, 4 വചനങ്ങൾ ഈ മഗ്ഫിറത്തിൻ്റെ 10ൽ എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ പറയണം. പറഞ്ഞാൽ വമ്പൻ നേട്ടങ്ങൾ, തീപാറുന്ന വേഗതയിൽ മല പോലോത്ത പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോവാൻ ഒക്കെ നമുക്ക് പറ്റിയ 4 കലിമത്തുകൾ, 4 വാക്യങ്ങൾ മുടങ്ങാതെ മടുക്കാതെ നമ്മൾ പറയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കിത് നിത്യമായി കൊണ്ടുപോകാനുള്ള തൗഫീഖ് തരട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവർ, പ്രയാസങ്ങൾ പറയുന്നവർ, സങ്കടങ്ങൾ പറയുന്നവർ, എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ഈ റമളാൻ തീരുന്നതോടെ ഈ പ്രശ്നങ്ങളും തീരണം. അതിന് വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ പറ്റൂല. അതിന് എന്ത് ചെയ്യണം? നമ്മുടെ നാവ് ചലിക്കണം, ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതായത് ഈ മഗ്ഫിറത്തിൻ്റെ 10ൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ ഇന്ന് നമ്മൾ പഠിക്കുന്ന ദുആഉ ദിന്നൂൻ അത് മാത്രം മതി. അപ്പോൾ എന്താണ് ആ ദുആ? വിശദമായ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നു. അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനിൻ്റെ 11ാമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് മഗ്‌രിബോടുകൂടി 12ാം രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് വിശുദ്ധ റമളാനിനെ 3ആയി തിരിച്ചു. റഹ്മത്തിൻ്റെ 10 ആദ്യത്തെ 10, മഗ്ഫിറത്തിൻ്റെ 10 രണ്ടാമത്തെ 10, അതുപോലെ തന്നെ നരകമോചനത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 10 മൂന്നാമത്തെ 10. അപ്പോൾ റഹ്മത്തിൻ്റെ 10 ആദ്യത്തെ 10 വിട പറഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10 ആകുന്ന രണ്ടാമത്തെ 10ലാണ്, അതിൻ്റെ പ്രഥമ ആദ്യത്തെ ദിനത്തിൻ്റെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നു. അതിനു മുമ്പായി പരിശുദ്ധമായ ഈ റമളാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10ൽ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട 2 ദിക്റുകൾ, ആ 2 ദിക്റുകൾ നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. അല്ലാഹു തആല അവന്റെ മഗ്ഫിറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ കടന്ന് അതിൻ്റെ ആദ്യത്തെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായൊക്കെ ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, കുല്ലു ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. വദവാഉ ദുനൂബി അൽ ഇസ്തിഗ്ഫാർ, തെറ്റുകളാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്ന് അത് ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ പരമാവധി ഞാനും നിങ്ങളും അധികരിപ്പിക്കാൻ മറന്നു പോകരുത്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് ഇസ്തിഗ്ഫാർ ഈ രണ്ടാമത്തെ 10ലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ദുആഉ ദിന്നൂൻ എന്നറിയപ്പെടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ദുആയിനെ പറ്റിയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല 25 പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തെടുത്തു പറഞ്ഞിട്ടുണ്ട്. 25 പ്രവാചകന്മാരുടെ പേര് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ 25 പ്രവാചകന്മാരും വളരെയധികം ശ്രേഷ്ഠരായ ആളുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ വിശദമായി ഒരു ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ
സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാനും കുറച്ച് സ്വഹാബിമാരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. കുന്നാ ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി തങ്ങളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഫഖാല, നബി തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിശൈഇൻ, സ്വഹാബിമാരെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാഉൻ മിൻ ബലായ ദുനിയ, ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ അവൻ ജീവിക്കുമ്പോൾ അവനിക്ക് ഒരുപാട് പരീക്ഷണമുണ്ടാകും, ഒരുപാട് രോഗമുണ്ടാകും, പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും. അതുപോലെ വീടിൻ്റെ പ്രശ്നം, വാഹനത്തിൻ്റെ പ്രശ്നം, മക്കളില്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ മക്കൾ ഉണ്ടായിട്ട് അവരെ കൊണ്ട് ഇടങ്ങേറ്, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ വിവാഹം ശരിയാകുന്നില്ല, ഇങ്ങനെ ഏത് പ്രയാസ പ്രതിസന്ധി ബുദ്ധിമുട്ട് വന്നാലും ദഅബിഹി യുഫറജു അൻഹു, ദഅബിഹി അവൻ ദുആരക്കുകയാണ്. എന്ത് ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ ദുആരെന്നാൽ യുഫറജു അൻഹു, ആ പ്രയാസത്തെ തൊട്ട് അല്ലാഹു തആല അവനിക്ക് കാവൽ തരുന്നതാണ്. അങ്ങനെയുള്ള ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്കത് ആ ദുആ ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ദുആഉ ദിന്നൂൻ, അത് എൻ്റെ സഹോദരനാകുന്ന ദിന്നൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവകളുടെ ദുആയാൻ, അദ്ദേഹം പറഞ്ഞ ദുആയാൻ. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരു മനുഷ്യൻ ഈ ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഒരുപാട് കിതാബുകളിൽ കാണാം. ഉസ്താദ്, ഈ ദുആ ഞങ്ങൾക്കറിയാം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഇത് ഞങ്ങൾ പറയാറുണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിലല്ലേ കൂടുതൽ പറയും. മുഹറം 10 അന്നൊക്കെ ഈ ദുആ കുറേ പറയാറുണ്ടല്ലോ, ഇത് മുഹറം മാസത്തിൽ പറയേണ്ടതല്ലേ, ഇത് റമളാനിലാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം. ഇത് മുഹറം മാസത്തിലേക്ക് പ്രത്യേകമായി പറയപ്പെടേണ്ട ദുആയൊന്നുമല്ല. എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും നമ്മൾ ഒഴിയാതെ മുടങ്ങാതെ നമ്മൾ മടുക്കാതെ പറയേണ്ട ദുആയാണ്. വീണ്ടും നമുക്ക് കാണാം, മഹാനായ ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്രക് എന്ന കിതാബിൽ പറയുന്നുണ്ട്, നബി തങ്ങൾ പറയുന്നു, ഒരുവൻ രോഗിയായാൽ, തലവേദനയാവട്ടെ വയറുവേദനയാവട്ടെ, എന്ത് ചെറുതായ വലുതായ രോഗമായാൽ ആ രോഗത്തിന്റെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞു 40 മറ, 40 വട്ടം അവൻ പറഞ്ഞാൽ, ഫമാത ഫീ മറളിഹി ദാലിക, അങ്ങനെ ആ രോഗത്തിലായിട്ട് അവൻ മരണപ്പെട്ടാൽ, ഉഅതിയ അജ്റ ഷഹീദ്, അവനിക്ക് അല്ലാഹു തആല ഷഹീദിന്റെ കൂലി കൊടുക്കുന്നതാണ്. അപ്പോൾ രോഗം എന്ത് തന്നെ നമുക്ക് വന്നാലും, ഇനി രോഗം വരാൻ കാത്തു നിൽക്കണ്ട. അതിനു മുമ്പേ നമ്മൾ പറഞ്ഞോ, ഏതെങ്കിലും ഒരു രോഗത്തിലാണ് ഇത് പറയുന്നതെങ്കിൽ ആ രോഗത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഷഹീദിന്റെ കൂലി തരുന്നതാണ്. വ ഇൻ ബരിഅ, ഇനി ആ രോഗം നമ്മളിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ, ഫഖദ് ഗുഫിറ ലഹു ജമീഅ ദുനൂബിഹി, അവന്റെ മുഴുവൻ തെറ്റുകളും അല്ലാഹു പുറത്തു തരുന്നതാണ്. ഒന്ന് ചിന്തിച്ചാലേ, എനിക്ക് പല അസുഖങ്ങളുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും. ഷുഗർ കൂടുതലുണ്ടാവാം, പ്രഷർ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് യൂറിക് ആസിഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടാവാം, അല്ലെങ്കിൽ തലവേദന ഉണ്ടാവാം. അല്ലേ, നോമ്പല്ലേ, തലവേദന ഉണ്ടാവൂലേ, അല്ലെങ്കിൽ തലകറക്കം ഉണ്ടാവൂലേ. അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ പല രോഗങ്ങൾ ഉള്ളവരാണ്. ഒരു രോഗം ഇല്ലെങ്കിൽ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ പോലെ ഉണ്ടോ, അല്ലേ, ഒരു വിഷമമുണ്ടോ, അതൊക്കെ രോഗത്തിൽപ്പെടും. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയുമുള്ള ദിവസങ്ങളിൽ ഒരു 40 വട്ടം മുടങ്ങാതെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത് മഗ്ഫിറത്തിന്റെ 10, പാപങ്ങൾ വേഗത്തിൽ പൊറുക്കപ്പെടുന്ന 10, ഈ 10ലും ഇൻഷാ അല്ലാഹ് നമ്മളിത് പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? നമുക്ക് ജമീഅ ദുനൂബിഹി, അല്ലാഹു തആല മുഴുവൻ തെറ്റുകളും പുറത്തു തരുമെന്നാണ്. അതല്ലേ നമുക്ക് വേണ്ടത്? പാപങ്ങൾ പൊറുക്കലല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദുആ നമ്മൾ ആരും മറന്നു പോകരുത്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞ ദുആയാൻ, ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ദുആയാൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോൾ പറഞ്ഞ ദുആയാൻ. അപ്പോൾ ഒരുപാട് മഹാനവറുകൾ ആ ദുആ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നും മഹാനായ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ അവശേഷിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണെന്ന് പോലും അഭിപ്രായമുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. അത് ഇസ്മുൽ അഅ്ളമാണ് എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഉന്നതമായ ഇസ്മാൻ. ഇത് പറഞ്ഞിട്ട് ദുആ എന്നാൽ എന്ത് ദുആയാണെങ്കിലും ഹലാലായ മുറാദാണോ അത് അല്ലാഹു തആല ഹാസിലാക്കി തരുമെന്നാണ്.
അവൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരുമെന്നാണ്. അതുകൊണ്ട് ഈ ദുആ മുടങ്ങാതെ മറക്കാതെ നമ്മൾ എല്ലാ ദുആയിലും നമ്മൾ ഉൾപ്പെടുത്തണം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ ഈ ഹദീസൊക്കെ പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ ഇത് യൂനുസ് നബി പറഞ്ഞ ദുആയാണല്ലോ, അപ്പോൾ ഇത് യൂനുസ് നബിക്കും വേണ്ടി മാത്രമുള്ള ദുആയാണോ, അതോ ഈ ദുആ പറഞ്ഞാൽ നമുക്കും ഗുണം കിട്ടോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇത് ആര് പറഞ്ഞാലും പെണ്ണാവട്ടെ ആണാവട്ടെ ഇത് വുളു വേണമെന്ന് നിർബന്ധമില്ല, ഇത് നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും പറയാം. ഇപ്പോൾ പല ഉമ്മമാരും വലിയ പ്രയാസത്തിലാണ്, ഉസ്താദെ രണ്ടാമത്തെ 10 ഞങ്ങൾക്ക് നിസ്കാരമില്ല, അപ്പോൾ ഞങ്ങൾക്ക് തറാവീ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര വിഷമത്തിന് സങ്കടത്തിലൊക്കെയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പക്ഷേ ഈ ദുആ പറയാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ വുദുഉള്ള സമയത്ത്, വുദു ഇല്ലാത്ത സമയത്ത്, നിസ്കാരമുള്ള ഉമ്മമാർ, നിസ്കാരമില്ലാത്തവർ എല്ലാവരും ഇത് ഏറ്റു പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മാറാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റി തരുന്നതാണ്, ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കെലിമത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു കെലിമത്താണിത്. ഈ കെലിമത്ത് ഒരാൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മഹത്തുക്കളിൽ മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയേ ഞാൻ ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ദുആ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ നീ നല്ല രൂപത്തിൽ വുദുവെടുക്കണം, 2 റക്അത്ത് നീ സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ടോ ആ നിസ്കാരത്തിൽ 40 വട്ടം ആ സുജൂദിൽ കിടന്ന്, അതായത് അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ കിടന്നിട്ട് 40 വട്ടം പറയണം. എന്ത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞിട്ട് അത്തഹിയ്യാത്തിലേക്ക് വന്ന് അത്തഹിയ്യാത്ത് ഓതി സലാം എല്ലാം വീട്ടിയിട്ട് നല്ലതുപോലെ ദുആ ചെയ്താൽ മുസ്തജാബു ദുആയായി നീ മാറും. ദുആക്ക് അല്ലാഹു തആല ഉത്തരം തരുന്നതാണ്. എളുപ്പമല്ലേ നമുക്ക് ചെയ്യാൻ? അതായത് വുളു എടുക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, കൈ കെട്ടുക, ഫാത്തിഹ ഓതി, പിന്നെ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതി, പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ് എല്ലാം ചെയ്ത് 2ാമത്തെ റക്അത്തിലേക്ക് വന്നു, ഫാത്തിഹ ഓതി, പിന്നെ 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി, എന്നിട്ട് 2ാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദ്, ഒരു സുജൂദ് ചെയ്തു, പിന്നെ ഇരുന്നു, പിന്നെ 2ാമത്തെ സുജൂദില്ലേ ആ സുജൂദിൽ നമ്മൾ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ 40 വട്ടം പറയുക. എന്നിട്ട് നമ്മൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു, അത്തഹിയ്യാത്ത് ഓതി, സ്വലാത്ത് ഓതി, ദുആ പറഞ്ഞു, എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം വീട്ടി. എന്നിട്ടോ അവൻ ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. നബി തങ്ങൾ സ്വപ്നത്തിൽ അറിയിച്ചു കൊടുത്ത കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ പരിശുദ്ധമായ റമളാനിൻ്റെ 2ാമത്തെ ഈ 10ൽ നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞാലും ഇത് പറയുന്ന ആളുകളുടെ രോഗം മാറുമെന്ന് മാത്രമല്ല, മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് മാറുമെന്ന് മാത്രമല്ല, അള്ളാഹു അവൻ്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ മക്കൾ, അവൻ്റെ കുടുംബം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വെള്ളം, അവൻ്റെ കച്ചവടം, അവൻ്റെ വാഹനം, അവൻ്റെ വീട്, ഇതെല്ലാം റിസ്ക്കിൽപ്പെടും. റിസ്ക് അല്ലാഹു തആല തുറന്നു കൊടുക്കും, വിശാലമാക്കി കൊടുക്കും, ബറക്കത്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ നമുക്കൊരു 11 വട്ടം പറയാം. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്കെല്ലാ തെറ്റുകളും, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ്, നമുക്ക് ദറജകൾ ഉയർത്തി കിട്ടുന്നതാണ്, നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റി തരുന്നതാണ്. ഇപ്പം തന്നെ പറഞ്ഞ ഒരു 11 വട്ടം പറഞ്ഞേ. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين الحمد لله الله تعالى നമ്മൾ ഈ പറഞ്ഞ ദിക്ർ
തന്നെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ ദിക്ർ പറഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങൾ, എന്തെല്ലാം പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഒട്ടും കുറയാതെ റബ്ബ് നമുക്ക് തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാവട്ടെ, പാപങ്ങളെ പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10-നാണുള്ളത്. അള്ളാഹു താൻ നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന ദുആയും അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദുആയും പിന്നെ ഇപ്പോൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദുആയും പിന്നെയോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അങ്ങനെ മൊത്തം 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ 4 കാര്യങ്ങളും മറന്നു പോവാതെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പറയണേ. അല്ലാഹു തആല പറയാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് പറയാറുണ്ട്. റബ്ബേ, ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റി തരണേ അല്ലാ. എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ റിസ്ക് നീ വിശാലമാക്കി തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, രോഗികളായ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ റമളാൻ അനുകൂലമാക്കി തരണേ അല്ലാ. മഗ്ഫിറത്തിൻ്റെ 10-നാണുള്ളത് നിന്റെ മഗ്ഫിറത്ത് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.